ശേഷം അങ്ങ് സൂചിപ്പിച്ച ഈ കാര്യം കൂടി പൂർത്തീകരിക്കാൻ ആവശ്യമായ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ശ്രീ പി നന്ദകുമാർ. ഈ വിഴിഞ്ഞം പദ്ധതി പ്രാവർത്തികമാക്കുന്നതോടുകൂടി വലിയ സാധ്യതകളാണ് ഉയർന്നത്. അതിന്റെ ഭാഗമായി ചെറുകിട തുറമുഖങ്ങൾക്കും വലിയ സാധ്യതയുണ്ട്. പൊന്നാനി തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ. അങ്ങ് നേരത്തെ തന്നെ ഈ വിഷയം ഉന്നയിച്ചിരുന്നതനുസരിച്ച് മാരിടൈം ബോർഡ് പ്രത്യേകമായി പരിഗണിച്ച് അവിടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി ഇപ്പോൾ PPP പ്രോജക്റ്റായിട്ട് പൊന്നാനി ഏറ്റെടുക്കുന്ന രൂപത്തിലേക്കുള്ള പരിഗണന വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ചോദ്യം നമ്പർ 332 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് വേണ്ടി വനം വന്യജീവി വകുപ്പ് മന്ത്രി. സർ, ചോദ്യം നമ്പർ 332A. പുറത്തുനിന്നും വാങ്ങുന്ന വൈദ്യുതിയുടെ വില ക്രമാതീതമായി ഉയരുന്നതിനാൽ KSEB സാമ്പത്തിക പ്രയാസത്തിലേക്ക് നീങ്ങുന്നതായി വിലയിരുത്തിയിട്ടുണ്ട്. സർ, പ്രധാനമായും താപനിലയങ്ങളിൽ നിന്നുള്ള വൈദ്യുതി ആയതിനാൽ രാജ്യവ്യാപകമായി ഇന്ധനവിലയിലും ഗതാഗത ചെലവിലുണ്ടാകുന്ന വർധനവും വൈദ്യുതി വാങ്ങൽ വില വർദ്ധിക്കാനിടയാക്കുന്നുണ്ട്. ഇത് KSEBLന്റെ സാമ്പത്തിക സ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതിനോടൊപ്പം വൈദ്യുതി നിരക്ക് വർധനക്കും ഇടയാകുന്നുണ്ട്. വേനൽക്കാലത്ത് വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനൊപ്പം ലഭ്യത കുറയുന്നതും വില ക്രമാതീതമായി ഉയരുന്നതും സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമാണ്. സർ, അടുത്ത കുറെ അതുകൊണ്ട് സർ പുറത്തു വെക്കാം. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, മന്ത്രിയുടെ മറുപടിയിൽ തന്നെ KSEB സാമ്പത്തിക നഷ്ടത്തിലാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷെ അതിനനുസരിച്ച് നയം വൈദ്യുതി ബോർഡ് ഇട്ടെടുക്കുന്നുമില്ല. UDF കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ ഒരു ദീർഘകാല കരാർ കൊണ്ടുവന്നത്. ആ ദീർഘകാല കരാർ റദ്ദാക്കിയതിലൂടെ 410 കോടി രൂപയുടെ അധിക പദ്ധതിയാണ് സർക്കാരിനുണ്ടായത്. ശരിക്കും 2003 വൈദ്യുതി നിലയത്തിലെ സെക്ഷൻ 108 പ്രകാരം അത്തരം കരാറുകൾ റദ്ദാക്കാനും KSRCയോട് ഏത് ഉത്തരവും പിൻവലിക്കാനും ആവശ്യപ്പെടാനും ഗവൺമെന്റിന് സാധ്യമാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് റദ്ദാക്കാൻ പറയുകയോ അതിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയോ ചെയ്തില്ല. സാറിന്റെ ചോദ്യം, കരാർ റദ്ദാക്കിയത് മൂലമുണ്ടായ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ KSEB ഏതെങ്കിലും ഹ്രസ്വകാല മധ്യകാല കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ യൂണിറ്റ് 1 നിശ്ചയിച്ചിട്ടുള്ള നിരക്ക് എത്രയാണ്? സർ, കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിലും വ്യതിചലിച്ചതിനാണ് KSEBL 2014-15 കാലയളവിൽ സ്വകാര്യ വൈദ്യുതി ഉൽപ്പാദകരിൽ നിന്നും 465 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറുകൾക്ക് അംഗീകാരം നൽകണമോ എന്ന ബോർഡിൻ്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേഷൻ കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 300 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതിനുള്ള കരാറിന് നേരത്തെ തന്നെ കമ്മീഷൻ അംഗീകാരം നൽകിയിട്ടുണ്ട്. സർ, ഇത് സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ KSEBL നൽകിയ ഹർജി തള്ളിക്കൊണ്ടും KSRC ഉത്തരവ് ശരിവെച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് KSEBL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ അടിസ്ഥാനത്തിൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. സർ, KSEBയുടെ ശബരിഗിരി മൂഴിയാർ ജലവൈദ്യുതി പദ്ധതിയിലെ വെള്ളമാണ് മാണിയാറിലെത്തുന്നത്. 2013 ഉമ്മൻചാണ്ടി സർക്കാർ വൈദ്യുതി നയം കൊണ്ടുവന്നിരുന്നു. അതിനനുസരിച്ച് KSEBക്ക് മാത്രമേ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ കഴിയുമായുള്ളൂ. പക്ഷേ ഇവിടെ കാർബറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി 91 കരാറുണ്ടാക്കിയത്. അത് 30 കൊല്ലത്തിനായിരുന്നു. അതുകൊണ്ട് തന്നെ കരാർ റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2024